ഹായ് ഫ്രണ്ട്സ്, വളരെ ലളിതമായൊരു കാര്യമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. വളരെ ലളിതമാണ് കാര്യങ്ങൾ. ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എന്നുള്ളതിനെ കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ന്യൂ ഇയർ റെസൊല്യൂഷൻസ് നമുക്കറിയാം, എല്ലാ ന്യൂ ഇയറിനും നമ്മൾ തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. അതേ തീരുമാനങ്ങൾ തന്നെ അടുത്ത ന്യൂ ഇയറിനും നമ്മൾ എടുക്കാറുണ്ട്. വർഷങ്ങളായിട്ട് നമ്മൾ ന്യൂ ഇയറിന് ഒരേ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടേയിരിക്കുകയാണ് പലപ്പോഴും. ചിലപ്പോൾ ആളുകൾ ചോദിക്കാറുണ്ട്, എന്തിനാ ഇപ്പോൾ ഈ ന്യൂ ഇയറിന് ഒരു റെസൊല്യൂഷൻ എടുക്കുന്നത്? തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളത് നമുക്ക് എപ്പോഴും ഏത് സമയത്തും ചെയ്യാൻ കഴിയുന്ന കാര്യമല്ലേ. അദ്ദേഹം ന്യൂ ഇയർ വരെ കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടോ? അത് നമ്മളെ കൾച്ചറല്ല. അലക്സാൻഡ്രിയയിൽ ഉണ്ടായതാണ്. ശരിയാണ്, അലക്സാൻഡ്രിയയിൽ ഉണ്ടായിരുന്നു. അലക്സാൻഡ്രിയയിൽ ദൈവത്തോട് പ്രോമിസ് ചെയ്യുക എന്നുള്ളൊരു രീതിയായിരുന്നുള്ളത്. വർഷം തുടങ്ങുമ്പോൾ ദൈവത്തോട് പ്രോമിസ് ചെയ്യുക, ഞാൻ ഇന്ന രീതിയിൽ ജീവിക്കും, എൻ്റെ ഡെറ്റ്സ് ഞാൻ കൊടുത്തു തീർക്കും, ഐ ഏൺ മോർ മണി എന്നൊക്കെ ദൈവത്തോട് പ്രോമിസ് ചെയ്യുന്ന ഒരു രീതി അലക്സാൻഡ്രിയയിൽ ഉണ്ടായിരുന്നു. അതുപോലെ റോമാക്കാർക്കിടയിൽ ക്രിസ്മസിന് ശേഷം ന്യൂ ഇയർ വരെയുള്ള ദിവസങ്ങളിൽ അവരൊന്നിച്ചിരിക്കുകയും സ്വന്തം രാജ്യത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാം, ജീവൻ കൊടുത്തും രാജ്യത്തെ നിലനിർത്തും എന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്യുന്ന ഒരു രീതി റോമാക്കാർക്കിടയിലൊക്കെ ഉണ്ടായിരുന്നു. ഒരു പക്ഷെ അതിൽ നിന്നൊക്കെ ആയിരിക്കാം ഈ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എന്നുള്ള കാര്യം ഉണ്ടായിട്ടുള്ളത്. പക്ഷെ എന്ത് തന്നെയായാലും നമ്മളെ മൈൻഡ് സെറ്റ് ന്യൂ ഇയറിന് ഒരു പുതിയ ഒരു തുടക്കമാണ് എന്നുള്ള രീതിയിലാണ് നമ്മളെ മൈൻഡ് സെറ്റ് ഉള്ളത്. ന്യൂ ബിഗിനിങ് എന്നുള്ള രീതിയിലാണ് നമ്മളെ മൈൻഡ് സെറ്റ് ഉള്ളത്. പഴയ കാര്യങ്ങൾ മാറ്റിവെക്കാനും പുതിയ രീതിയിലേക്ക് പോകാനും നമുക്ക് എളുപ്പത്തിൽ കഴിയുന്നു. നമ്മളെ മൈൻഡ് സെറ്റ് അങ്ങനെ ആയതുകൊണ്ട് തന്നെ നമുക്കത് എളുപ്പത്തിൽ കഴിയുന്നു. പക്ഷെ ഇതിൻ്റെ ഒരു രസം എന്താ വെച്ചാൽ, ന്യൂ ഇയർ റെസൊല്യൂഷൻസിനെ കുറിച്ച് പഠിച്ചപ്പോൾ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ആളുകൾ 25% താഴെ മാത്രമേ ഉള്ളൂ. എല്ലാവരും തീരുമാനങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ ജീവിതത്തിൽ നടപ്പാക്കാൻ കഴിഞ്ഞ ആളുകൾ 25% താഴെ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അത് എന്തുകൊണ്ട് എന്നുള്ളതാണ്. എന്താണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ തീരുമാനിക്കേണ്ടത്? എന്ത് റെസൊല്യൂഷനാണ് ഞാനിപ്പോൾ എടുക്കേണ്ടത് എൻ്റെ ജീവിതത്തിൽ? ആളുകളിപ്പോൾ സ്മോക്കിംഗ് നിർത്താൻ തീരുമാനിക്കുന്നു, ഇവിടെ ഇപ്പോൾ പൈസ അധികം ചെലവാക്കണ്ട എന്ന് തീരുമാനിക്കുന്നു. ഞാനിങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. ഞാനൊന്നും ചെയ്യുന്നില്ല. പൈസ അധികം ചെലവാക്കുന്നില്ല, സ്മോക്കിംഗ് ഇല്ല, മദ്യപിക്കുന്നില്ല. പിന്നെ ഞാൻ എന്ത് തീരുമാനിക്കാനാണ് ജീവിതത്തിൽ? To make your life a better version, ask yourself, എൻ്റെ ജീവിതത്തിൽ എന്താണ് എനിക്ക് ആവശ്യം എന്ന് മറ്റാരേക്കാളും നന്നായി അറിയാവുന്നത് എനിക്കാണ്. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് നീഡ് എന്നുള്ളത് മറ്റാരേക്കാളും അറിയാവുന്നത് നിങ്ങൾക്കാണ്. ക്ലോസ് യുവർ ഐസ് ആൻഡ് തിങ്ക്. എന്താണ് എനിക്ക് ആവശ്യമുള്ളത്? ചിന്തിക്കുക. അത് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ ആ നീഡിന്റെ ബേസിലാണ് നമ്മൾ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എടുക്കേണ്ടത്. എന്താണ് എൻ്റെ ആവശ്യമെന്ന് തിരിച്ചറിയുകയും ആ ആവശ്യത്തിന്റെ ബേസിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എടുക്കുകയുമാണ് ചെയ്യേണ്ടത്. സോ ന്യൂ ഇയർ എന്നുള്ളതിൻ്റെ ആദ്യത്തെ ലെറ്റർ N നമ്മൾ നീഡ് എന്നാക്കി ഓർമ്മിക്കുന്നു. N ഫോർ നീഡ്. എൻ്റെ ജീവിതത്തിൽ നീഡ് എന്താണ് എന്ന് ഞാൻ ആണ് തിരിച്ചറിയേണ്ടത്. സോ നീഡ് എന്താണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ കണക്ട് ടു സം ഇമോഷൻസ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, എപ്പോഴാണ് നമ്മളെ അസാധ്യമെന്ന് കരുതുന്ന കാര്യങ്ങൾ പോലും ചെയ്യുന്നത്? when you are emotionally connected for your mom, for your dad, for your child. അല്ലേ? ഇത് എൻ്റെ മകൾക്ക് വേണ്ടി, എൻ്റെ അമ്മയ്ക്ക് വേണ്ടി, അച്ഛന് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി ഇമോഷണലി കണക്ട് ചെയ്യുമ്പോഴാണ് അസാധ്യമെന്ന് കരുതുന്ന കാര്യങ്ങൾ പോലും നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. സോ നീഡ് കണ്ടെത്തി കഴിഞ്ഞാൽ കണക്റ്റഡ് ടു സം ഇമോഷൻസ് or make it as a tribute. ഒന്നാമത്തത് നീഡ് പറഞ്ഞു, രണ്ടാമത്തത് ഇമോഷൻ, കണക്റ്റഡ് ടു സം ഇമോഷൻസ് എന്ന് പറഞ്ഞു. ആൻഡ് ഇത് ചെയ്തു കഴിഞ്ഞാൽ റൈറ്റ് ഡൗൺ എ പ്ലാൻ. ചിന്തയിൽ മാത്രമല്ല, റൈറ്റ് ഡൗൺ എ പ്ലാൻ. കൃത്യമായ ഒരു പദ്ധതി ഉണ്ടാക്കുക. ഒരു പദ്ധതി ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ന്യൂ ഇയർ റെസൊല്യൂഷൻസിന് എന്ത് ചങ്ങാതി, എന്ത് പദ്ധതി ഉണ്ടാക്കാനുള്ളത്? സ്മോക്കിംഗ് ഞാൻ നിർത്തല്ലാണ്ട് ഇപ്പൊ എന്താ പദ്ധതി ഉള്ളതിന്? കൃത്യമായ പദ്ധതി ഉണ്ടാക്കണം, അല്ലെങ്കിൽ പരാജയമായിരിക്കും. ഇപ്പൊ സ്മോക്കിങ്ങിന്റെ എക്സാമ്പിൾ തന്നെ എടുക്കുകയാണെങ്കിൽ, വൺ ഫൈൻ മോർണിംഗ് ഞാൻ നിർത്തി. വളരെ കുറച്ച് ആൾക്കാർക്ക് അത് മുഴുവനായും നിർത്താൻ കഴിയുന്നുള്ളൂ. ചെയിൻ സ്മോക്കർ ആണെങ്കിൽ അത് എങ്ങനെ നിർത്താം? വെദർ വി നീഡ് ടു കൺസൾട്ട് എ ഡോക്ടർ, വെദർ യു ഹാവ് ടു ചേഞ്ച് the habit into some other. നമ്മുടെ ഈ ഒരു ദുശീലത്തെ മാറ്റാൻ ഏതെങ്കിലും ഒരു ശീലത്തെ റീപ്ലേസ് ചെയ്യുക. എന്താണ് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ദിവസത്തിൽ ഇത്ര മിനിറ്റേ ഞാൻ ഇനി സ്മോക്ക് ചെയ്യുള്ളൂ എന്ന് തീരുമാനിക്കുക. whatever. എന്ത് തന്നെയായാലും നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഒരു പദ്ധതിയാക്കി എഴുതി ഉണ്ടാക്കുക.
അത് ചെയ്യുമ്പോൾ ഒരു വലിയ ഇയർലി പ്രൊജക്റ്റ് ആയിട്ടല്ല ചെയ്യേണ്ടത്. ഇയർലി പ്രൊജക്റ്റ് ആണ് നമുക്ക് വേണ്ടത് എങ്കിൽ കൂടെയും അതിൻ്റെ ഏറ്റവും ചെറിയ ടൈനി പാർട്ട് അതാണ് ഓരോ ദിവസവും നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിയുക. ഇപ്പോൾ ഒരു ഇയർലി പ്ലാൻ, ഒരു ദിവസത്തിൽ എത്ര മണിക്കൂർ, ഒരു മണിക്കൂറിൽ എത്ര സമയം എങ്ങനെ ഇത് ചെയ്യുന്നു എന്നുള്ളത് കൃത്യമായ ഒരു പദ്ധതി ഉണ്ടാക്കുക. ദാറ്റ് ഈസ് റൈറ്റ് ഡൗൺ യുവർ പ്ലാൻ, യുവർ റെസൊല്യൂഷൻ. അപ്പൊ ന്യൂ എന്നുള്ള വാക്ക് കഴിഞ്ഞു. നീഡ് കണ്ടെത്തുക, കണക്ട് ടു സം ഇമോഷൻസ്, റൈറ്റ് ഡൗൺ യുവർ പ്ലാൻ. അത് നമ്മൾ ഭയപ്പെടുത്തുന്ന പോലെയല്ല, സ്മോൾ പോർഷൻസ് ആയിട്ട് അത് എഴുതി ഉണ്ടാക്കുക. നെക്സ്റ്റ് ഈസ് വൈ. വൈ എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്, നമ്മളോട് ചോദിക്കേണ്ടുന്ന ഒരു ചോദ്യം. വൈ ഡു ഐ ഡു ദിസ്? റീഡ് യുവർ പ്ലാൻ thoroughly. ആസ്ക് യുവർ സെൽഫ്, വൈ ഡു ഐ ഡു? ഈ ചോദ്യം നമുക്ക് എപ്പോഴും ആവർത്തിക്കാവുന്നതാണ്. ജീവിതത്തിന്റെ ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും നമുക്ക് ചോദിക്കാവുന്നതാണ്. വൈ ഡു ഐ ഡു ദിസ് എന്ന് ചോദിക്കാവുന്നതാണ്. ഇവിടെയും വൈ എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. ഈ പദ്ധതി ഞാൻ എന്തിനു വേണ്ടി ചെയ്യുന്നു? ഇഫ് യു ഗെറ്റ് എ പോസിറ്റീവ് ആൻസർ, ഗോ ഓൺ വിത്ത് ദ പ്ലാൻ, ഗോ ഓൺ വിത്ത് ദ റെസൊല്യൂഷൻ. ഇത് തന്നെയാണ് ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. സോ വൈ ഈസ് എ ക്വസ്റ്റ്യൻ. ഓക്കെ, വൈ ഈസ് എ ക്വസ്റ്റ്യൻ. ഈ നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഉത്തരം കിട്ടിക്കഴിഞ്ഞു. നീഡ് കണ്ടെത്തി, ഇമോഷൻസ് ആയിട്ട് കണക്ട് ചെയ്തു, അതിന്റെ പദ്ധതി എഴുതിയുണ്ടാക്കി. വൈ എന്ന് ചോദിച്ചപ്പോൾ ഇന്നതുകൊണ്ട് എന്ന് കൃത്യമായ ഉത്തരം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. നെക്സ്റ്റ് എൻഡെവർ. പ്രയത്നം തന്നെയാണ് അടുത്തത് പ്രയത്നിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇഫ് എൻഡെവർ. പ്രയത്നിക്കുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഈസി ആയിട്ട് നമുക്കത് അച്ചീവ് ചെയ്യാൻ കഴിയും, അല്ലേ? പ്രയത്നം ഉണ്ടാകുമ്പോൾ നമ്മുടെ പദ്ധതികൾ വിജയിക്കുകയാണ് ചെയ്യുക. ചെറിയ ഒരു ഇത്ര മിനിറ്റ് എന്നുള്ളതാണ് നമ്മുടെ പദ്ധതി. അത് ഈസി ആയിട്ട് നമുക്ക് ഓരോ ദിവസവും ചെയ്യാൻ കഴിയുന്നു. കൂടുതൽ പണം ഉണ്ടാക്കുക എന്നുള്ളതാണെങ്കിൽ ദിവസത്തിൽ ഇത്ര മിനിറ്റ് ഞാൻ അതിനുവേണ്ടി മാറ്റിവെക്കുന്നു, അതിന്റെ കാര്യത്തിന് വേണ്ടി മാറ്റിവെക്കുന്നു, ഇത്ര മണിക്കൂർ ഞാൻ അതിനു വേണ്ടി മാറ്റിവെക്കുന്നു. നമ്മുടെ പദ്ധതിക്കനുസരിച്ച് അതിന്റെ ദൈർഘ്യം കൂടുകയും കുറയുകയും ചെയ്യും. അപ്പോൾ അത് അച്ചീവ് ചെയ്യുമ്പോൾ യു ഹാവ് ടു celebrate it. You have to appreciate and celebrate it. That is the next point, appreciation. Okay, why നമ്മൾ ചോദിച്ചു. ഈ എന്നുള്ളത് endeavor ആണ്. അത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് അപ്രീസിയേഷൻ ആണ്. ഓരോ ചെറിയ കാര്യങ്ങളും നമ്മൾ നേടുമ്പോൾ, ഈ നമ്മുടെ പദ്ധതിക്ക് അനുസരിച്ച് നമ്മൾ നേടുമ്പോൾ അപ്രീഷിയേറ്റ് ഇറ്റ്, സെലിബ്രേറ്റ് ഇറ്റ് വിത്ത് യുവർ ഫാമിലി, യുവർ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്. അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ചെറിയ സയൻസ് എന്താ വെച്ചാൽ, നമ്മൾ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഡോപ്പമിൻ റിലീസ് ചെയ്യപ്പെടുന്നു. ഡോപ്പമിൻ റിലീസ് ചെയ്യുമ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒരു ശീലമാക്കാൻ പറ്റിയതാണ് എന്ന് നമ്മുടെ സബ് കോൺഷ്യസ് ഒരു നിഗമനത്തിലെത്തുന്നു. നമ്മുടെ സബ് കോൺഷ്യസിന് അറിയാൻ കഴിയുന്നത് ഈ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു ശീലമാക്കാൻ പറ്റിയതാണ് എന്ന്. സി, ആദ്യത്തെ ഒരു 21 days സ്റ്റിക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നമുക്ക് നടപ്പാക്കാൻ പറ്റുമെന്നുള്ളതാണ് ചിത്രം. 21 മുതൽ 28 ദിവസം വരെ നമുക്ക് കൃത്യമായ ഒരു പദ്ധതിയിൽ മുഴുകാൻ കഴിഞ്ഞാൽ അത് നമ്മുടെ ശീലത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ് തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. സോ what was the point? Yeah, that's it. Endeavor and appreciate that. Okay, അത് കഴിഞ്ഞാലോ റിച്വൽ ആണ്. റിച്വൽ എന്ന് വെച്ചാൽ എന്താ? അനുഷ്ഠാനം എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയാ. അനുഷ്ഠാനം എങ്ങനെ ഉണ്ടാവുക? ഡെയിലി റിപ്പീറ്റഡ്ലി നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴാണ് അത് റിച്വൽ ആയിട്ട് മാറുന്നത്, അല്ലേ? അപ്പൊ ഇത് 1-2 ദിവസത്തേക്കല്ല, ഒരു വർഷം മുഴുവൻ നിലനിൽക്കുന്ന മെയിൻ്റനൻസ് എന്നുള്ളത്. തുടങ്ങാൻ എളുപ്പമാണ്, നിർത്താൻ അതിലെളുപ്പമാണ്. മെയിൻ്റനൻസ് ബുദ്ധിമുട്ടാണ് എന്ന് പറയാറുള്ളത് പോലെ ഇതിന്റെ മെയിൻ്റനൻസ് അത് റിച്വൽ ആയിട്ട് മാറണം എന്നുള്ളതാണ്. സോ ന്യൂ ഇയർ എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് മാറ്റിയത്? നീഡ് എന്നുള്ളതാണ് ആദ്യം, അല്ലേ? ഫൈൻഡ്, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ത് എന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ പറഞ്ഞത്. രണ്ടാമത്തത് കണക്ട് ടു സം ഇമോഷൻസ്. പിന്നെ റൈറ്റ് ഡൗൺ, എഴുതി വെക്കുക, അതിൻ്റെ പദ്ധതികൾ എഴുതി വെക്കുമ്പോൾ ഏറ്റവും ചെറിയ രീതിയിൽ ഒരു ദിവസത്തിൽ ഇത്ര മണിക്കൂർ അല്ലെങ്കിൽ ഇത്ര മിനിറ്റ് എന്നുള്ള രീതിയിൽ എഴുതി വെക്കുക. ആൻഡ് നമുക്കൊരു വലിയ പ്ലാൻ ഉണ്ട്, അതിൻ്റെ ഏറ്റവും ചെറിയ രൂപം ഓരോ ദിവസവും നമ്മൾ പ്രാവർത്തികമാക്കുക. റൈറ്റ് ഡൗൺ. വൈ എന്നുള്ള ചോദ്യം തന്നെയാണ്. ഇത് എന്തിനു ചെയ്യുന്നത് എപ്പോഴും നമുക്ക് ചോദിക്കാം. whenever we see a red signal in our life, നമുക്കത് കടന്ന് മുന്നോട്ട് പോകണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധി കടന്ന് മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് ചോദിക്കേണ്ടുന്ന ഒരു ചോദ്യം തന്നെയാണ് വൈ ഡു ഐ ഡു ദിസ് എന്നുള്ളത്. എന്തിന് ഞാൻ ഇത് ചെയ്യുന്നു, എന്തുകൊണ്ട് ഞാൻ ഇത് ചെയ്യുന്നു എന്നുള്ളത്. സോ അത് കഴിഞ്ഞാൽ പിന്നെ എൻഡെവറാണ്, പ്രയത്നിക്കുക എന്നുള്ളതാണ്. നമ്മൾ പ്രയത്നിക്കുമ്പോൾ അത് വിജയിക്കും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അത് വേറൊരു പോയിന്റ് കൂടെ ഞാനിപ്പോൾ പറയാം. റാസ് എന്ന് പറഞ്ഞിട്ട്, RAS, റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം. അത് ഞാൻ ഈ പ്ലാന് വിജയിക്കുന്നു, പദ്ധതി ഉണ്ടാക്കുമ്പോൾ വിജയിക്കുന്നു എന്നൊക്കെ പറയുന്നതിന് ഒരു ചെറിയ സയൻസും കൂടെ പറയാം.
അപ്പം നമ്മൾ ഒരു പാർക്കിംഗ് സ്പേസിൽ കാർ കൊണ്ടുപോകുകയാണെന്ന് വിചാരിക്കുക. അവിടെയൊക്കെ തിരക്കാണ്, നല്ല തിരക്കാണ്. നമുക്കറിയാം വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. എങ്ങനെയാണ് കൊണ്ടുപോകാമെന്നൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ടാവും ചുറ്റുള്ള ആൾക്കാർ. പക്ഷെ നമ്മൾ കൃത്യമായിട്ടൊരു പാർക്കിംഗ് സ്പേസ് കണ്ടെത്തുകയും വണ്ടി അവിടെ പാർക്ക് ചെയ്യുകയും ചെയ്യും. നമ്മുടെ ബ്രെയിനിൽ റെട്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം, നമ്മൾ ചിന്തിക്കുന്നത്, നമ്മളെ ഫോക്കസ് ചെയ്യിക്കുന്ന ഒരു ഭാഗമാണ്, നമ്മുടെ ജീവിതത്തിലേക്ക് അത് കൊണ്ടുവരുന്ന ഒരു ഭാഗമാണ് RIS എന്നുള്ളത്. ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ള തിയറിയൊക്കെ പറയുന്നത് ഇതിൻ്റെ ഒരു ആക്ടിവേഷനും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ്. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഇതിൻ്റെ ഒരു ആക്ടിവേഷനും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ പറയുന്നത്. സോ മൈ പോയിന്റ് ഈസ് വാട്ട് ഈസ് ദാറ്റ്? അപ്രീസിയേഷൻ. പിന്നെ റിച്വൽസ്. സോ ന്യൂ ഇയർ എന്നുള്ളത് കഴിഞ്ഞു. ഓക്കെ, ന്യൂ ഇയർ എന്നുള്ളത് റെസൊല്യൂഷൻസ് എടുക്കാനുള്ള സമയം തന്നെയാണ്. നേരത്തെ തന്നെ തീരുമാനങ്ങൾ എടുക്കണം. അതുകൊണ്ടാണ് ഇപ്പോഴിത് പറയുന്നത്. ജനുവരി ആയി കഴിഞ്ഞ് ഹാപ്പി ന്യൂ ഇയർ എന്ന് പറയുന്നത് പോലെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. സോ കൃത്യമായ പദ്ധതി ഉണ്ടാക്കുക. അടുത്ത വർഷം ഫിയർലെസ് ഇയറായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ക്രിസ്മസ് വരാനിരിക്കുന്നു. ക്രിസ്മസിനെ കുറിച്ച് ഓർക്കുമ്പോൾ പ്രിഫറൻഷ്യൽ ലവ് എന്നുള്ളതാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഏറ്റവും വലിയൊരു സങ്കല്പം. പ്രിഫറൻഷ്യൽ ലവ് എന്നുള്ളത് എങ്ങനെയാണ്? ഇപ്പോൾ ക്രിസ്തുദേവൻ ഒരു ആട്ടിൻകുട്ടി എടുത്ത് വെക്കുന്ന ഒരു ചിത്രമുണ്ട്. എല്ലാവരും കണ്ടിട്ടുള്ള ചിത്രമാണത്. അത് ഏറ്റവും സുന്ദരനായ, ഏറ്റവും ആരോഗ്യമുള്ള ആട്ടിൻകുട്ടിയല്ല അദ്ദേഹം എടുത്ത് മൂർധാവിൽ ചുംബിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുന്നത്. അത് പകരം നടക്കാൻ പോലും വയ്യാതെ, അറവുശാലയ്ക്ക് പോലും ആവശ്യമില്ലാത്ത ഒരു ആട്ടിൻകുട്ടിയാണ് അദ്ദേഹം മാറോട് ചേർത്ത് അതിൻ്റെ മൂർധാവിൽ ചുംബിച്ച് അനുഗ്രഹിച്ചത്. അപ്പോൾ ദൈവത്തിൻ്റെ കാരുണ്യം അല്ലെങ്കിൽ അനുഗ്രഹം എന്നുള്ളത് എല്ലാ ജീവികളിലും ഉണ്ട് എന്നുള്ളത് വിശ്വസിക്കുക എന്നതാണ് ക്രിസ്മസിൻ്റെ, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു സന്ദേശം. മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു സോ മച്ച്.